ഫിലിമിൻ്റെ ഷൂട്ടിലാണ് ഗായ്സ്. അതാ ബൈക്കിൽ പോകുന്നതാണ് നമ്മുടെ നടൻ. അപ്പോൾ നമ്മളിവിടുന്ന് വേറെ ലൊക്കേഷൻ എനിക്ക് പോകാൻ നിൽക്കണം ഗായ്സ്. ഇനിയിപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഇതാണ് നടൻ. എന്താവോ എന്തോ. നമ്മൾ നേരെ കുത്തനൂർ ഗായ്സ്, കുത്തനൂർക്ക് പോവാ. ആ ബാഗ് ഊര്. ഓ ഇതാണ് കുത്തനൂർ പോകുന്ന വഴി. ഇവിടെ അടിപൊളിയാണ് ഗായ്സ്. ഓക്കെ, സംഭവം ഇത് നമ്മൾ വേറെ എവിടെയാണെന്നൊക്കെ വിചാരിക്കും, പക്ഷെ ഇത് ആലത്തൂരിൽ ഉൾപ്പെടുന്നൊരു സ്ഥലമാണ് ഗായ്സ്. അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ എനിക്ക് ഈ ഭാഗത്താണ് വർക്ക്. അപ്പോൾ ഞാൻ ഡെയിലി പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഇങ്ങനൊരു ഷോർട്ട് ഫിലിം എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനോഹരനെ സൗകര്യത്തിന് കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോണത്. ഇതിൻ്റെ ഉള്ളിലുള്ള പരിപാടിയാണ് ഇനി. അവിടെ നിന്ന് ഇനിയിപ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല. കയറിയിട്ടൊന്നുമില്ല, നമ്മളിനി കയറാൻ പോകുന്നേ ഉള്ളൂ. എന്നിട്ട് ഈ സൈഡ് കൂടെ പോട്ടാ. അവിടെ ഓരോ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കണേ. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ ഏകദേശം ഉള്ളിലേക്ക് കയറി. ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കാം. നമുക്ക് എന്താണെന്ന് അറിയില്ല. നമുക്കിങ്ങനെ നടന്ന് പോവാം. അവരവിടെ ഷോട്ടൊക്കെ എടുക്കട്ടെ. അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്കിങ്ങനെ നടന്ന് പോവാം ഗായ്സ്. അപ്പോൾ തളർന്നു. സംഭവം ചുവട്ടിലാണ് വെള്ളം ഇരിക്കണത്. നടന്ന് ക്ഷീണിക്കണം. ഇത് വെള്ളം എടുക്കാൻ വേണ്ടി ചുവട്ടിൽ പോകണം. അപ്പോൾ എന്തായാലും ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇനി നടക്കാൻ വയ്യ. എന്നാലും അടിപൊളി വൈബ്. അങ്ങനെ പ്രത്യേകിച്ച് അതിന് റോട്ടിലതിന് വണ്ടികൾ പോകുന്നില്ല. തിരക്ക് കമ്മിയുള്ള റോഡാണ്. അതുപോലെ തന്നെ നല്ല സമാധാനമുള്ളൊരു സ്ഥലമാണ് ഗായ്സ്. അവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കാൻ തന്നെ ഒരു സുഖമുണ്ട്. പിന്നെ ഇന്ന് പറ്റിയ മുടി വെട്ടണം ഗായ്സ്. കോലമൊക്കെ ബാഡായില്ലേ. ഏകദേശം ഒരു 2 മാസം വരെ തോന്നും ഹെയർ കട്ടൊക്കെ ചെയ്തിട്ട്. സംഭവം ബസ് കട്ട് ചെയ്ത് ഇതിനു മുമ്പ് ബസ് കട്ട് അടിച്ച കാരണം കൊണ്ട് ഹെയർ അങ്ങനെ വളർന്നിട്ടില്ല. അതിന് താടിയൊക്കെ കുറച്ച് ഷേപ്പാക്കാനുണ്ട് ഗായ്സ്. എന്തായാലും അത് ചെയ്യണം. എന്തായാലും എനിക്ക് വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ ഒന്നിച്ച് ഫോട്ടോ എടുക്കാനും തോന്നുന്നില്ല. എനിക്ക് പിടിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ചേഞ്ച് ആവാൻ ടൈം ആയിരിക്കുന്നു ഗായ്സ്. എന്തായാലും നമുക്ക് ഇന്നലെ നാളെ ചെയ്യണം, ഹെയർ കട്ട് ചെയ്യണം. ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞു എന്നാണ് പറയണത്. ഞാനിനി ചവിട്ടിക്ക് ഇറങ്ങട്ടെ. വേറെ എവിടെയെങ്കിലും സ്പോട്ട് അവർ കണ്ടുവച്ചിട്ടുണ്ടാകും. നമുക്കിതിൽ പ്രത്യേകിച്ച് റോളില്ലാത്ത കാരണം കൊണ്ട് ചുമ്മാ അതിനെ ഇരിക്കുക, ഓരോ സ്ഥലത്ത് വന്നിരിക്കുക, നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറയുക. അതാണ് ഇപ്പോഴത്തെ എൻ്റെ പണി. എന്തായാലും ഇവിടുന്ന് നമ്മൾ പോവാം. ഇനിയിപ്പോൾ അടുത്തൊരു ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് പോയിട്ട് നോക്കാം. നമ്മളടുത്ത ഒരു സ്പോട്ട് തപ്പിയിട്ട് പോവുകയാണ്. സംഭവം ഏത് പുത്തനൂരാ എന്തോ ചേ ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകണം. അടുത്തൊരു ഷോട്ട് എടുക്കാനുള്ള ഇരിക്കും. ഇനിയിപ്പോൾ അവിടെ നമ്മൾ ചവിട്ടിക്ക് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. റോഡിൽ തിരക്ക് കമ്മിയാണ് ഗൈസ്. ഉണ്ടാവും. ഇപ്പോൾ ഇത്ര നേരം നടന്നിട്ട് ഒരു വണ്ടി വന്നിട്ട് ഓപ്പോസിറ്റ് ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. വണ്ടി കമ്മിയാണ് ഗൈസ്. നമ്മൾ അഗൈൻ വീണ്ടും ഒരു സ്പോട്ട് തപ്പി നടക്കുകയാണ്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നടന്നിട്ട് നല്ല സ്പോട്ട് കാണുമ്പോൾ എടുക്കുകയാണ്. സംഭവം ഇതൊരു ടൈം ലൂപ്പ്. അതിൽ ഇങ്ങനെ പെട്ടിട്ട് ഉള്ളൊരു മനുഷ്യൻ്റെ നിസ്സഹായത അവസ്ഥ അങ്ങനെയല്ലേ എന്തോ ആ ഒരു അവസ്ഥയാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. റെഡി ആവുമോയെന്നൊന്നും അറിയത്തില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മനോട്ടൻ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് ദൂരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 കിലോമീറ്റർ കഴിഞ്ഞു. ഇന്നിപ്പോൾ വീണ്ടും റിട്ടേൺ അങ്ങോട്ട് നടക്കേണ്ടി പറഞ്ഞിട്ട് ആൾ പകുതി എത്തിയപ്പോൾ വണ്ടി എടുക്കാൻ പോയി. അപ്പോൾ ഞങ്ങളിനി വേറെ സ്പോട്ട് നോക്കിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അറിയത്തില്ല, എങ്ങനെയാണ് നടക്കുന്നുണ്ട്. എത്ര ദൂരം പോകുമെന്ന് അറിയില്ല. എനിക്കാണെങ്കിലോ 2 മണിയാകുമ്പോൾ ഒരു ബർത്ത്ഡേ ഫങ്ഷനൊന്നുമല്ല, കൂട്ടുകാരൻ്റെ വീട്ടിൽ ഫുഡ് കഴിക്കണം. അവൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ട് 1000 രൂപ.
അപ്പോൾ അവന് ബർത്ത്ഡേ ആണ്. അപ്പോൾ അവിടെ പോയിട്ട് ഇന്ന് ഫുഡ് കഴിക്കണം. വേറെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ അവിടെ സെറ്റായിരിക്കുന്നുണ്ട്. എനിക്കിനിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം പോകാൻ. ഏകദേശം കഴിയാറായി എന്നാണ് ഫൈസലൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ഒരു പുതിയ സ്പോട്ട് ഇപ്പോൾ അവിടെ നിന്നൊരു ഷൂട്ട് വീണ്ടും ഒന്നും കൂടി അങ്ങനെ 2 ഷോട്ട് എടുത്ത് കഴിഞ്ഞാൽ പരിപാടി അവസാനിക്കുന്നതാണ് നമ്മുടെ ഡയറക്ടർ ആൻഡ് ക്യാമറമാൻ പറയുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം ഗൈസ്. ഫുള്ള് കാടാണ്. നടന്ന് ഇങ്ങനെ കാട് 2 സൈഡ് കാട്, അതിൻ്റെ നടുക്കിലെ റോഡ്. നല്ല തണുപ്പുണ്ട് നടക്കാൻ, വെയിലുണ്ട്. പക്ഷേ ഇതിൽ കൂടെ നടക്കുമ്പോൾ വെയിലില്ല. 2 സൈഡും മരവും കാടൊക്കെ ആയതുകൊണ്ട് മനുവേട്ടന് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊരു ഷോട്ട് എടുക്കാനുള്ള പരിപാടിയിലാണ്. ആളെത്തി, മനുവേട്ടനെത്തി. അവിടെയൊക്കെ എന്തൊക്കെയോ വെള്ളച്ചാട്ടമല്ലല്ലോ ഇത്, അങ്ങനെ പാറയൊക്കെ ഉണ്ട്. നോക്കട്ടെ, അങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കാം നമുക്ക്. ഇതിൻ്റെ പരിപാടി കേട്ടെ.